മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമലോത്ഭവ മാതാവിനെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെയാണ് അമലോത്ഭവ മാതാവെന്ന് വിശേഷിപ്പിക്കുന്നത്. ജനിച്ച നാൾ മുതൽ ദൈവം മറിയത്തെ അമലയായി കാത്തുസൂക്ഷിച്ചു എന്നുള്ളതാണ് അമലോത്ഭവം എന്ന വാക്കിനർത്ഥം. 1954 ഡിസംബർ 8 9-ാം പിയൂസ് മാർപ്പാപ്പ മറിയത്തിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് മറിയത്തിന്റെ ജനന തിരുനാളിന് 9 മാസം മുൻപാണ്. മറിയം ജനിച്ച നാൾ മുതൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളാണെന്ന് മാർപ്പാപ്പ അന്ന് എടുത്തു പറയുകയുണ്ടായി. ഈ വിശ്വാസത്തിന് സഭ നൽകുന്ന യുക്തി ഇതാണ്: ആദത്തിന്റെ പാപനിമിത്തം എല്ലാ മനുഷ്യരും ഉത്ഭവ പാപത്തോടുകൂടിയാണ് ജനിക്കുന്നതെങ്കിൽ യേശുവിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ യോഗ്യത മുൻകൂറായി നൽകിക്കൊണ്ട് ദൈവം മറിയത്തെ ഉത്ഭവ പാപത്തിന്റെ യാതൊരു മാലിന്യവും ഏൽക്കാതെ കാത്തുരക്ഷിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് യേശുവിന് സാത്താന്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ സാധിച്ചത്. മാത്രവുമല്ല, മൺരൂപ നിർമ്മിതികളായ ആദവും ഹവ്വായും ദൈവനിശ്വസനത്താൽ ദൈവത്തിന്റെ ആത്മാവിനെ നേരിട്ട് സ്വീകരിച്ച് ഉത്ഭവപാപം കൂടാതെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പക്ഷേ പിന്നീട് അനുസരണക്കേട് കാട്ടി പാപശിക്ഷ ഏറ്റുവാങ്ങിയ ഹവ്വായേക്കാൾ ഉത്കൃഷ്ടയാണ് രണ്ടാം ഹവ്വയായ മറിയം. സായം സന്ധ്യകളിൽ തേടി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യ സ്വരങ്ങളിൽ നിന്നും പാപശേഷം ഓടി ഒളിച്ചവളാണ് ഹവ്വ എങ്കിൽ ദൈവസന്നിധിയിലെ സ്വർഗസ്വരമായി വന്ന മാലാഖയ്ക്ക് "ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ" എന്ന സമ്മതഗീതം പാടിയവളാണ് മറിയം. മറിയത്തിന്റെ അമലോത്ഭവം എന്നതുകൊണ്ട് വിശുദ്ധി എന്നാണ് കൂടുതൽ അർത്ഥമാക്കുന്നത്. നമ്മളുടെ നിത്യജീവിതത്തിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ മറിയത്തിന്റെ അമലോത്ഭവം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇന്നത്തെ യുവജന തലമുറയ്ക്ക് ഏറ്റവും നല്ല പാഠമാണ് മറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ. നമ്മളുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാനും അതിന് നിരക്കാത്ത മദ്യപാനം, മയക്കുമരുന്ന്, മറ്റു ജഡിക താല്പര്യങ്ങൾ എന്നിവയിൽ നിന്നും മാറി നിൽക്കുവാനും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ സഹായിക്കും. അനുദിന ദിവ്യബലി, ജപമാല, മറ്റു കൂദാശകൾ എന്നിവയിലൂടെ വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് സർവശക്തനായ ദൈവം നമുക്ക് എപ്പോഴും കൂട്ടുണ്ടായിരിക്കട്ടെ. ആമേൻ. നന്ദി, നമസ്കാരം.